പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർണ്ണമായി എന്ന് അതാത് ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ അറിയിച്ചു. വലിയ വിജയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പാലക്കാട് നിന്ന് രാഗിൻ, ചേലക്കരയിൽ നിന്ന് ലിഷോയ്, വയനാട് നിന്ന് കമലും വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് പാലക്കാട് നിന്ന് രാഗിൻ ചേരുന്നുണ്ട്. രാഗിനിലേക്ക് പോവാം. രാഗിൻ, ഗുഡ് മോർണിംഗ്. പാലക്കാട് ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 3 പേരും വിജയ പ്രതീക്ഷയിലുമാണ്. പക്ഷേ വിജയം ആർക്കാണ് എന്നത് പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രം അറിയുന്ന കാര്യം അല്ലേ രാഗിൻ? മോദി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം മുന്നണികളൊക്കെ തന്നെ വലിയ അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അതിനൊന്നും അങ്ങനെ ആയുസില്ല. നാളെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം ആരായിരിക്കും പാലക്കാട് തേരിതെളിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും മുന്നണികൾക്കൊരു ആശയക്കുഴപ്പവും അല്ലെങ്കിൽ ഒരു ആകാംക്ഷയും ഒക്കെയുണ്ട്. പക്ഷേ കണക്കുകൾ നോക്കി തങ്ങൾക്ക് വലിയ കുഴപ്പം ഉണ്ടാകില്ല എന്നാണ് LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും പറയുന്നത്. പക്ഷേ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ ഭൂരിപക്ഷത്തിൽ കണക്ക് കൂട്ടുന്ന കുറവ് വലിയ ഭൂരിപക്ഷമൊന്നും ആരും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അൺസർട്ടനിറ്റി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഫലം വരുമ്പോൾ അറിയാം പാലക്കാടിന് മനസ്സ് ആർക്കൊപ്പം ആണ് എന്ന്. ഈ വോട്ടെണ്ണൽ നോക്കിക്കഴിഞ്ഞാൽ, വോട്ടെണ്ണലിൻ്റെ ഒരു ക്രമം നോക്കിക്കഴിഞ്ഞാൽ ചിത്രം വളരെ വേഗത്തിൽ തന്നെ വ്യക്തമാകും. 8 മണിക്കാണ് തുടങ്ങുന്നതെങ്കിലും ഒരു 9 മണിയോടുകൂടി തന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ആദ്യം നഗരസഭയാണ് എണ്ണുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം എണ്ണുന്നത്. 2021 6000-ലധികം വോട്ടിൻ്റെ ലീഡായിരുന്നു നഗരസഭയിൽ BJPക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് തൊട്ടടുത്തത് എണ്ണുന്നത് പിരായിരിയിലാണ്. പിരായിരിയിൽ UDFന് ആധിപത്യമുള്ള മേഖലയാണ്. അവിടെ കഴിഞ്ഞ തവണ ഈ സൂചിപ്പിച്ചതുപോലെ 6000-ഓളം വോട്ടിൻ്റെ ലീഡ് UDFനായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് BJP നഗരസഭയിൽ നേടിയ ലീഡ് UDF പിരായിരി കൊണ്ട് പിടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കണ്ണാടിയിലേക്കും മാത്തൂരിലേക്കും വരും. മാത്തൂരാണ് മൂന്നാമത് എണ്ണുന്നത്. ഏറ്റവും ഒടുവിലാണ് കണ്ണാടി എണ്ണുന്നത്. ഈ രണ്ടും CPMന് അല്പം സ്വാധീനമുള്ള മേഖല കൂടിയാണ്. എന്തായാലും ഇതാണ് ആ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണുന്ന ആ ഒരു പാറ്റേൺ. അതിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. LDF പറയുന്നത് മാത്തൂരും അതോടൊപ്പം തന്നെ കണ്ണാടിയും ലീഡ് ഉറപ്പിക്കാമെന്നും വട്ടിയൂർക്കാവ് മാതൃകയിൽ 3-ാമതിൽ നിന്ന് 1-ാമത്താമെന്നും, UDF ആണെങ്കിൽ സീറ്റ് നേതൃത്വമെന്ന് തന്നെയാണ് UDF വ്യക്തമാക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തിൽ. അതോടൊപ്പം തന്നെ NDA ക്യാമ്പ് വ്യക്തമാക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും. പിരാരിയിലും കാര്യമായിട്ടുള്ള മോശം വരില്ല. അതേസമയം പിരാരിയിൽ UDFന് ലീഡ് കുറയും. മറ്റ് 2 മാത്തൂരും കണ്ണാടിയിലും തങ്ങൾക്ക് മുന്നേറാൻ കഴിയും എന്നാണ് NDA ക്യാമ്പും പ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. എന്തായാലും ഈ 8 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. പിന്നീട് മുനിസിപ്പാലിറ്റിയിലേക്ക് കടക്കും. ആകെ 1,94,706 വോട്ടർമാരാണ് പാലക്കാടുള്ളെങ്കിലും 1,37,302 വോട്ടർമാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു പകുതിയിലേറെ വോട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വോട്ടുകളാണ്. കാരണം മുനിസിപ്പാലിറ്റിയിലാണ് ഈ മണ്ഡലത്തിലെ പകുതിയിലേറെ വോട്ടുകൾ വരുന്നത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു നിർണായക ഘടകമാണ്. അവിടെ എങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ഈ NDA ആണെങ്കിൽ ഒരു കണക്ക് അടിസ്ഥാനമാക്കുന്നത് 2021 കണക്കാണ്. അന്ന് ശ്രീധരൻ മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് NDA അടിസ്ഥാനമാക്കി കണക്ക് കൂട്ടുന്നത്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചാൽ ഈ 6000 വോട്ടിൻ്റെ ലീഡ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകുന്നത്, 6000 വോട്ടിൻ്റെ ലീഡ് പിരായിരിയിൽ UDFന് ഉണ്ടാകുന്നത്. പക്ഷേ UDF ആണെങ്കിൽ പ്രധാനമായും നോക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 മെയ് മാസത്തിൽ നടന്ന അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ്. അവിടെയാണെങ്കിൽ 500 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് മുനിസിപ്പാലിറ്റിയിൽ UDFുമായി അല്ലെങ്കിൽ BJPയുമായി UDFനുള്ളത്. അതുകൊണ്ട് ഈ കണക്കിൽ 2 തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് ഏത് കണക്കിനോടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അത്യന്തം ആകാംക്ഷഭരിതമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം പാലക്കാട്ടേക്ക് ഉറ്റുനോക്കുന്നത്. വളരെ വാശിയേറിയ പോരാട്ടമാണ് പാലക്കാട് നടന്നത്. ശരി രാഗൻ, നമുക്ക് ഇനി മറ്റു സ്ഥലങ്ങളിലും വിവരങ്ങളുമായി പ്രതിനിധികളൊക്കെ ചേരുന്നുണ്ട്. ചേലക്കരയിൽ നിന്ന് ലിഷോയാണ് ചേരുന്നത്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ ചേലക്കരയിലെ കാര്യം പറഞ്ഞാൽ കുറെ കാലമായി LDFന്റെ കുത്തകയായിരുന്ന ഒരു സ്ഥലം ആര് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ്. കാരണം എല്ലാവർക്കും പറയാൻ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേലക്കരയിലേക്കും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ചുവന്നിരിക്കുന്ന ചേലക്കര അത് ഇത്തവണ മാറുമോ എന്നുള്ളൊരു
ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതിനോടൊപ്പം തന്നെ അതേസമയം തന്നെ യാതൊരു വിധത്തിലും ചേലക്കരയുടെ ചുവപ്പ് മാറ്റാനായി കഴിയില്ല എന്നുള്ളതാണ് LDF ക്യാമ്പിൻ്റെ ഒരു ഉറച്ച പ്രതീക്ഷ. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകളൊക്കെ തന്നെ മുന്നണികൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ 9 പഞ്ചായത്തുകളാണ് ആകെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ ഭൂരിഭാഗവും LDFൻ്റെ പക്കലാണ് എങ്കിൽ പോലും ഇത്തവണത്തെ ബൂത്ത് തലത്തിലുള്ള കണക്കുകളുടെ അവലോകനത്തിനെല്ലാം ശേഷം UDFൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 9 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷം നേടാനായി കഴിയും എന്നുള്ളതാണ്. 5 ഇടങ്ങളിൽ LDF മുന്നേറും എങ്കിൽ പോലും ആ LDF മുന്നേറുന്ന മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം അത് കുറവായിരിക്കും. UDFന് മറ്റ് മണ്ഡലങ്ങളിൽ മറ്റ് പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ അത് മറികടക്കാൻ കഴിയുന്ന തക്കം ഇത് ഭൂരിപക്ഷം ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇരു മുന്നണികൾക്കും വലിയ ഒരു മാർജിനിൽ വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയല്ല ഉള്ളത്. അതേസമയം തന്നെ ഒരു 10,000-ൽ താഴെ വോട്ടിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. 10,000-15,000 വോട്ടിന് ഭൂരിപക്ഷമാണ് ലഭിക്കാൻ സാധ്യത എന്നുള്ളതാണ് LDFൻ്റെ ഒരു കണക്കുകൂട്ടൽ. ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകളൊക്കെ തന്നെ ശേഖരിച്ച ശേഷം പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം 5,000 വോട്ടിനെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതായത് വലിയ മാർജിനിൽ വിജയിക്കില്ല, പക്ഷേ അതേസമയം തന്നെ ചെറിയ മാർജിനിൽ ചേലക്കര പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൽ പ്രധാനമായും പഴയന്നൂരും തിരുവല്ലാമലയും ഉൾപ്പെടുന്ന ചേലക്കരയും ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ കാര്യമായി UDFന് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം മറ്റൊന്നുമല്ല, UDF പ്രധാനമായും നോക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ സംബന്ധിച്ച ഒരു കണക്കുകളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ആ കണക്കുകൾ പ്രകാരം ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി അന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് രമ്യ ഹരിദാസ് മത്സരിച്ചിരുന്നത്. അപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ രമ്യയ്ക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 39,000 ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം അതേ കെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചപ്പോൾ 5,000-ലേക്ക് കുറയ്ക്കാനായി രമ്യ ഹരിദാസിന് കഴിഞ്ഞു. ആ ഒരു ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് നിലവിൽ UDF ക്യാമ്പിനുള്ളത്. NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അവർ പരസ്യമായി ഇത്തരത്തിൽ തങ്ങൾ വിജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN സരസു അവിടെ മത്സരിച്ചപ്പോൾ കൂടുതൽ വോട്ട്, അതായത് ഏകദേശം ഒരു 15% ഉണ്ടായിരുന്നിടത്ത് നിന്ന് 20%-ൽ ഓളം വോട്ട് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. എന്തായാലും എല്ലാ കണക്കുകൾക്കെല്ലാം തന്നെ ഒരു മണിക്കൂറുകളുടെ ഒരു മാത്രമേ ഉള്ളൂ. പെട്ടി പൊട്ടുമ്പോൾ ആര് കരയും ആര് ചിരിക്കും എന്നതൊക്കെ കാത്തിരുന്ന് കാണാം നമുക്ക് ലിഷോയി. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാനുണ്ട്. വയനാട്ടിലും വലിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. മത്സരം ആരൊക്കെ തമ്മിൽ എന്നതാണ് ഒരു ചോദ്യം. കമലുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. ഈ വയനാട് അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതേ എന്ന് പറയാൻ കഴിയുമെങ്കിലും ശരിക്കും രാഷ്ട്രീയം വിലയിരുത്തിയാൽ വയനാടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നാളെ എന്താണ് കാത്തിരിക്കുന്നത് വയനാട്? മോത്തി, ഗുഡ് മോർണിംഗ്. മറ്റ് 2 നിയമസഭാ മണ്ഡലങ്ങളിലെ കാര്യം പറഞ്ഞതുപോലെ വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം UDFൻ്റെ അത്രയും ഉറച്ച ഒരു സീറ്റ്, അത്രയും വലിയൊരു കോട്ടയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73% പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 64-ലേക്ക് താഴ്ന്നു. ഏതാണ്ട് 9% പോളിംഗ് കുറഞ്ഞു. ആകെയുള്ള 14,72,000 വോട്ടർമാരിൽ 9,52,000 വോട്ടർമാർ മാത്രമാണ് ബൂത്തുകളിലേക്ക് എത്തിയത്. അതായത് 5 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. ആ പോളിംഗ് ശതമാനത്തിലെ കുറവ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് UDFന്. UDF അവകാശപ്പെട്ടത് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്നൊക്കെയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ആദ്യം മത്സരിച്ചപ്പോൾ 4,30,000-ഓളവും രണ്ടാമത്തെ മത്സരത്തിൽ 3,80,000-ഓളവും ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അതിനേക്കാളൊക്കെ കടന്ന് 5 ലക്ഷത്തിലെത്തുമെന്നായിരുന്നു UDFന്റെ അവകാശവാദം. ഇപ്പോഴും UDF പരസ്യമായി ആ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ലെങ്കിൽ കൂടി UDF ക്യാമ്പിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് നല്ല ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഭൂരിപക്ഷം കുറയുമോ എന്ന ആശങ്കയുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം LDF പറയുന്നത് തങ്ങളുടെ വോട്ടുകളൊക്കെ പെട്ടിയിലായി കഴിഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFനെയാണ് ബാധിക്കുക എന്ന നിലപാടാണ് LDF സ്വീകരിക്കുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സംസ്ഥാന പ്രസിഡന്റ് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവൻ
അവർക്ക് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ട് ലഭിച്ചത്. 1,40,000-ഓളം വോട്ട് ലഭിച്ചു. ആ വോട്ടിലേക്ക് എത്താൻ ഈ താരതമ്യേന പുതുമുഖമായ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് കഴിയുമോ എന്നതാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത്. BJPയുടെ വോട്ട് NDAയുടെ വോട്ട് ഗണ്യമായി കുറയുമെന്ന ഒരു വിലയിരുത്തലാണ് മറ്റ് രണ്ട് മുന്നണികളും നടത്തുന്നത്. എന്തായാലും നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ 3 സ്ഥലത്തായാണ് വോട്ടെണ്ണൽ. 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. നാളെ ഏതാണ്ട് 10 മണിയോടെ തന്നെ മണ്ഡലത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം പുറത്തുവരും.